നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ പണം കൂടാൻ പോവുകയാണ്. എത്ര രൂപയാണ് കൂടുക, ആർക്കെല്ലാമാണ് കൂടുക എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം എന്നാണ് ലഭിക്കുക, ഇലക്ഷന് മുമ്പ് പെൻഷൻ ലഭിക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ മസ്റ്ററിങ്. ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. എന്നീ 3 കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. ജൂൺ മാസം 2025 ജൂൺ മാസം 25-ാം തീയതി മുതലാണ് മസ്റ്ററിങ് തുടങ്ങുക. കേരളത്തിലെ ഏത് അക്ഷയ സെൻ്ററിൽ നിന്നും നമുക്ക് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകളിൽ നിന്നും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മുടെ ആധാർ അനുസൃതമാക്കിയാണ് മസ്റ്ററിങ് നടത്തുക. നമ്മുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ പെൻഷൻ ID എന്നിവ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെക്കുന്നതോടു കൂടിയാണ് മസ്റ്ററിങ് പൂർത്തിയാകുക. മസ്റ്ററിങ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും. ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാകുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ രേഖകൾ ഹാജരാവുകയും പിന്നീട് ഒരു വർഷത്തേക്ക് നമുക്ക് മസ്റ്ററിങ് പെൻഷൻ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ആധാർ കാർഡിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പല ആളുകളും ആധാർ കാർഡിലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ആധാർ പുതുക്കാത്തത് കൊണ്ട് അവരുടെ ഫിംഗർ പ്രിൻറ്റ് ലഭിക്കാത്ത പ്രശ്നങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ കാർഡിലെ തെറ്റുകളെല്ലാം തിരുത്തി റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ് ഇത്രയും കാലമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എന്നീ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കി വെക്കുക. അല്ലാത്ത പക്ഷം മസ്റ്ററിങ് ചെയ്യുന്ന സമയങ്ങളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, മസ്റ്ററിങ് ചെയ്യുന്ന സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും. ആ സമയങ്ങളിൽ ആധാറിൻ്റെ വെബ്സൈറ്റും നല്ല തിരക്കായിരിക്കും. നമ്മൾ ആധാർ കാർഡ് തിരുത്താൻ ആ സമയങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മസ്റ്ററിങ് തീരുന്ന സമയത്തിനകം നമ്മുടെ ആധാർ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ചെയ്യുക. മസ്റ്ററിങ്ങിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ജൂലൈ മാസത്തെ പെൻഷനാണ്. ജൂൺ മാസത്തിൽ നമുക്ക് 1600 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. അതിനുള്ള പ്രാരംഭ നടപടികൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു 20 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബൈ ഇലക്ഷൻ നടക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. അതിന് മുന്നോടിയായി തന്നെ പെൻഷൻ മുഴുവൻ ആളുകൾക്കും കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ നമുക്ക് പെൻഷൻ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച് വ്യാപകമായി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. 1750 രൂപയായിരിക്കും പെൻഷൻ എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു 150 രൂപയെങ്കിലും പെൻഷൻ പണം കൂടുമെന്നുള്ള കാര്യം നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പെൻഷൻ പണം കൂട്ടണമെങ്കിൽ അത് ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല, ഏത് സമയത്തും സർക്കാർ നയപരമായ തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷന് മുമ്പ് നമുക്കറിയാം, ഇനി ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇലക്ഷൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനു മുന്നോടിയായി പെൻഷൻ പണം കൂടുമെന്നാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. 150 രൂപയോ 200 രൂപയോ ആയിരിക്കും കൂടുക. അങ്ങനെയാണെങ്കിൽ 1750 രൂപയോ 1800 രൂപയോ അവരുടെ അക്കൗണ്ടിൽ പണം എത്തുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപേക്ഷിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുമുണ്ട്. നമുക്കറിയാം, ഓരോ സ്ഥലത്തെയും പെൻഷൻ അപ്രൂവൽ ചെയ്യുന്നത് അതാത് ഭരണസമിതി അംഗങ്ങളാണ്, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ്. അവരുടെ മീറ്റിങ്ങുകൾ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നടക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കമ്മിറ്റിയുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുകയാണ്. 5 വർഷമാണ് ഓരോ ഭരണസമിതിക്കും കാലാവധി ഉണ്ടാകുക. അതിന് മുന്നോടിയായി തന്നെ അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ നൽകാനാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. ഇപ്പോൾ അപേക്ഷ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെൻഷൻ അതുകൊണ്ട് അപ്രൂവൽ ആകുന്നുമുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും